പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന വിഷയമാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 ചിങ്ങമാസം 17-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ മാസം 2-ാം തീയതി സോമവാരം തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. നാളെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ 6:19 അസ്തമയം വൈകിട്ട് 6:30 അതിനാൽ രാഹുകാലം നാം 7:49 മുതൽ 9:19 വരെയുള്ള സമയമായി നിജപ്പെടുത്തണം. നാളത്തെ തിഥി അങ്ങേയറ്റം ദുർബലമായ അമാവാസി തിഥിയാകുന്നു. നാളെ കറുത്തവാവാകുന്നു. കറുത്തവാവിന് പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും അനുത്തമമാണ്. പ്രായണ ഒരു ശുഭാരംഭവും കറുത്തവാവിന് ചെയ്യാറില്ല. അമാവാസി എന്ന് വെച്ചാൽ കറുത്തപക്ഷത്തിലെ ചതുർദശി കഴിഞ്ഞ് അവസാനത്തെ ദിവസമാകുന്നു. അതിനാണ് അമാവാസി എന്ന് പറയുന്നത്. വെളുത്തപക്ഷത്തിലാണെങ്കിൽ അതിന് നാം പൗർണമി എന്ന് പറയുന്നു. വെളുത്തവാവ് ഇത് അമാവാസിയാണ്. അതിനാൽ നാളെ ശുഭകാര്യങ്ങളൊന്നും നാം ചെയ്യാറില്ല. നാളത്തെ നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രത്തിന് വളരെയധികം സവിശേഷതകളുണ്ട്. മകം പിതൃക്കളുടെ നക്ഷത്രമാകുന്നു. അതിനാൽ നാളെ ചിങ്ങമാസത്തിലെ മകം നക്ഷത്രം, അമാവാസി ഇതൊക്കെ തന്നെ പിതൃതർപ്പണത്തിന്, പിതൃബലിക്ക്, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാകുന്നു. തിങ്കളാഴ്ച നാളെ കാലത്ത് തന്നെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, അത് വയനാട്ടിലായാൽ തിരുനെല്ലി ക്ഷേത്രമായാലും അല്ലെങ്കിൽ തിരുനാവായ ക്ഷേത്രമായാലും തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലായാലും അതുമല്ലെങ്കിൽ വടക്കൻ മലബാറിൽ കോഴിക്കോട് ജില്ലയിൽ ഉരുപുണ്യകാവായാലും പിതൃകർമ്മങ്ങളൊക്കെ കാലത്ത് തന്നെ അനുഷ്ഠിച്ച് പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. പ്രീത പ്രേത സ്വാമിവിർ വിദധതി സകലാഹ സമ്പദ സന്തതി എന്നാണ് പ്രമാണം. സന്തുഷ്ടരായ പ്രേതങ്ങൾ തൻ്റെ അനന്തര തലമുറയ്ക്ക്, അവരുടെ തലമുറയ്ക്ക് തന്നെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ധനസമ്പത്തിയും നൽകുമെന്നാണ് ശാസ്ത്രം അടിവരയിട്ട് പ്രശ്നമാർഗത്തിൽ സൂചിപ്പിക്കുന്നത്. കോപപ്രേതസ്യ കുര്യാത് തനയ വിഹനഞ്ച ആമയാദീൻ അനർത്ഥാൻ. പ്രേതങ്ങൾ തൃപ്തരല്ലെങ്കിൽ സന്താനങ്ങൾക്ക് അശ്രേയസ് ഉണ്ടാക്കുന്നു, പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നു, അരിഷ്ടതകൾ ഉണ്ടാക്കുന്നു. തൽപ്രീത്യൈ, അതിൻ്റെ സന്തോഷത്തിനാണ് നാം പിതൃഗണ മനസപ്രീണനം, പിതൃക്കളുടെ ഗണം കൂട്ടത്തിന് നാം പ്രാർത്ഥിച്ച് എല്ലാ വഴിപാടുകളും ചെയ്യുന്നത്. അതിനാൽ നാളത്തെ ദിനം ഈ ഒരു വിഷയത്തിന് മാത്രമായി നിങ്ങൾ സ്വീകരിക്കുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു അമാവാസി പിതൃതർപ്പണം ചെയ്യുവാനുള്ള അവസരങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.